ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശ്രോതാക്കളായ ഏവരെയും അനുഗ്രഹീതമായ ഈ വചന ശുശ്രൂഷയിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. എന്നാൽ നിങ്ങളിലൊരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ശക്തിമത്തുമായ ഒരു ഉപദേശമാണ് തമ്പുരാൻ്റെ ഈ വാചകത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ തുറക്കും എന്നു പറഞ്ഞ തമ്പുരാൻ താൻ പഠിപ്പിച്ചതിൻ്റെ അർത്ഥം സമൂഹത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മേൽ സൂചിപ്പിച്ച ആശയങ്ങളെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്ത് യാചിച്ചാലും കിട്ടുകയില്ല എന്നും എവിടെ മുട്ടിയാലും തുറക്കപ്പെടുകയില്ല എന്നും ആവശ്യമുള്ളതെന്തും അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള പരിശ്രമം വ്യർത്ഥമാണെന്നും ഒക്കെ തമ്പുരാൻ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹപൂർത്തിക്കാണ് പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്. ആഗ്രഹങ്ങൾ ഫലവത്തായാൽ ദൈവം പ്രാർത്ഥന കേട്ടുവെന്നും അത് ലഭിച്ചില്ല എങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നും പരാതിപൂർണമായ മനസ്സോടെ പലപ്പോഴും നാം വിലയിരുത്താറുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ പല പഠിപ്പിക്കലുകളും ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ പൂവണിപ്പിക്കുവാനുള്ള ചില ചിന്താഗതികളിലേക്ക് മനുഷ്യനെ നയിക്കുന്നുണ്ട്. എന്നാൽ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനുഷ്യന് ആവശ്യമുള്ളത് നൽകുകയും അവനെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് താൻ, ഒരു പ്രചോദനമാണ് താൻ എന്ന ചില ചിന്താഗതികളാണ്. ഈ ചിന്താഗതികളെ ശ്രേഷ്ഠമായി വിശദീകരിക്കേണ്ടതും നാം പഠിക്കേണ്ടതും ഏറ്റവും ആവശ്യമാണ്. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്ന ചിന്ത ശ്രേഷ്ഠമായ ഒരു ആത്മീക സത്തയെ നമുക്ക് പറഞ്ഞു തരും. അപ്പം ദഹനശേഷിയുള്ള ഭക്ഷണമാണ്, അത് രുചികരമാണ്, വിശപ്പിനെ അടക്കുന്നതാണ്, വളർച്ചയെ പോഷിപ്പിക്കുന്നതാണ്. ഈ അപ്പം നാം ആഗ്രഹിച്ച് ചവച്ചരച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠമായ കണങ്ങൾ രക്തത്തിൽ ലയിച്ചു ചേർന്ന് നമ്മുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. എന്നാൽ അപ്പത്തിന് പകരം കല്ല് നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ടാൽ അത് വളർച്ചയെ പുറകിലേക്ക് നയിക്കുകയാണ്, അത് രോഗത്തിന് ഹേതുവായി തീരുകയാണ്. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്ന വാചകം ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. യേശു തമ്പുരാൻ എന്തുകൊണ്ടാണ് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്നുള്ള വാചകം ചോദിച്ചത്? അതിനെ പുതിയ രീതിയിൽ നാം വായിച്ചാൽ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ദഹിക്കുന്ന ആഹാരം ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ദഹിക്കാത്ത ആഹാരം കൊടുക്കുമോ എന്നൊരർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. ദഹിക്കുന്ന ആഹാരം ചോദിക്കുന്ന മകന് ദഹിക്കാത്ത ആഹാരം കൊടുക്കുന്ന മാതാവും പിതാവും നിന്ദാർഹരാണ്, അവരെ സമൂഹം ഉൾക്കൊള്ളുകയില്ല. എന്നാൽ ദഹിക്കുന്ന ആഹാരം കൊടുക്കുമ്പോൾ അവരുടെ ശ്രേഷ്ഠമായ തലത്തിലേക്ക്, പിതാവിൻ്റെയും മാതാവിൻ്റെയും തലത്തിലേക്ക് അവർ ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദഹിക്കുന്ന ആഹാരം ചോദിക്കുമ്പോൾ ദഹിക്കാത്ത ആഹാരം കൊടുത്തില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ ശ്രേഷ്ഠമായ അനുഭവമാണ് തന്നോട് യാചിക്കുന്നവർക്ക് കൊടുക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ പലതും യാചിച്ചിട്ടില്ലേ? സമ്പത്തിന് വേണ്ടിയും പ്രതാപത്തിന് വേണ്ടിയും ലൗകികമായ തൃപ്തിക്ക് വേണ്ടിയും ഒത്തിരി ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഈ യാചനകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയോ ദൈവം അതിന് മറുപടി നൽകുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ പോയ ഓരോ ആഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കണം. എന്തുകൊണ്ട് സമ്പത്ത് കിട്ടുന്നില്ല? എന്തുകൊണ്ട് അധികമായ മാർക്ക് കിട്ടുന്നില്ല? ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നില്ല? സാമൂഹ്യമായ അംഗീകാരം കിട്ടുന്നില്ല?
നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷം കിട്ടുന്നില്ല. ആരെങ്കിലും ഭാരത്തോടും പ്രയാസത്തോടും കൂടി ഈ വാക്കുകളെ ശ്രവിക്കുന്നുവെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ചിന്തിക്കണം, പ്രിയമുള്ള സഹോദര സഹോദരി, നീ ഇതുവരെയും യാചിച്ചിട്ടുള്ളത്, നീ ആഗ്രഹിച്ചിട്ടുള്ളത് നിനക്ക് ദഹിക്കുവാൻ സാധിക്കുന്ന ആഹാരമല്ല, നിനക്കെടുക്കുവാവുന്ന തലത്തിലുള്ള ഒരു അനുഗ്രഹമല്ല നീ യാചിച്ചിട്ടുള്ളത്. നീ ആഗ്രഹിച്ച സമ്പത്തും പ്രതാപവും അനുഗ്രഹവും ദൈവം നിനക്ക് നൽകിയിരുന്നുവെങ്കിൽ അത് അനുഗ്രഹത്തെക്കാളുപരി കല്ലുകളായി നിന്റെ ജീവിതത്തിൽ കൂട്ടപ്പെട്ടേനെ. അത് രോഗകാരണമായി പരിപൂർണമായി മാറ്റപ്പെട്ടേനെ. അതിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഓരോ വിശ്വാസിക്കും ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത്. എല്ലാ മതപ്രമാണങ്ങളും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശ്വരൻ സ്നേഹമാണ്, തന്നോട് ആഗ്രഹിക്കുന്നവർക്ക് അമിതമായി നൽകുന്നവനാണ്. അമിതമായി, ശ്രേഷ്ഠമായി, നിയന്ത്രണ വിധേയമായി അനുഗ്രഹം നൽകുന്ന സ്വർഗീയ പിതാവിനെ നാം ദർശിക്കണം, അവനെക്കുറിച്ച് നാം ധ്യാനിക്കണം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പവും കല്ലും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം തരുന്ന സ്വർഗീയ അപ്പനെ മറന്ന് കല്ല് തരുന്ന സാത്താൻ്റെ പിന്നാലെയുള്ള പ്രയാണത്തിലാണ് നാം ഓരോരുത്തരും. ഇനിയും അപ്പം നൽകുവാനും അപ്പം സ്വീകരിക്കുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ കല്ലിനു വേണ്ടിയുള്ള അമിതമായ ത്വര നമ്മിൽ നിന്ന് നാം അകറ്റണം. കല്ലിനു വേണ്ടിയുള്ള അമിത ത്വര നമ്മിൽ നിന്ന് അകറ്റുമ്പോൾ കല്ലുപോലും അപ്പമായി മാറുന്ന ഒരു തലത്തിലേക്ക് ആയിത്തീരും. അപ്പത്തെ കല്ലുകളാക്കുന്ന സമൂഹത്തിൽ നിന്നും കല്ലുകളെ അപ്പമാക്കുന്ന സമൂഹത്തിലേക്കുള്ള വളർച്ചയാണ് ദൈവം ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളും ഞാനും ശ്രേഷ്ഠമായി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ നാം ഒത്തിരി യാചിച്ചപ്പോൾ, ദൈവം നൽകാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ മുഖം നമ്മൾക്ക് വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ മുഖം വെളിപ്പെടാതിരുന്നപ്പോൾ അവനെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, ക്രൂരമെന്ന രീതിയിൽ നാം വിലയിരുത്തിയിട്ടില്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവനോട് ക്യാറ്റ് നീന്തുന്നു എന്ന് പറയുമ്പോൾ ആ ക്യാറ്റ് എന്ന് പറയുന്നത് പൂച്ചയാണെന്ന് മനസ്സിലാക്കാതെ ക്യാറ്റ് എന്തോ ജലജീവിയാണെന്ന് അവനൊരു പക്ഷേ ചിന്തിക്കും. അല്ല, റാറ്റ് പറക്കുന്നു എന്ന് പറയുമ്പോൾ റാറ്റ് എലിയാണെന്ന് മനസ്സിലാക്കാതെ അതെന്തോ പറവജാതിയാണെന്ന് അവൻ ചിന്തിക്കും. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ, ദൈവത്തെ പ്രീതിപ്പെടുത്താതെ നമ്മൾ യാചിക്കുന്ന യാചനകളും, നമ്മുടെ ഇഷ്ടപൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന യാചനകളും പലപ്പോഴും ഭാഷ അറിയാത്തവൻ്റെ തലത്തിലേക്ക് ആയിത്തീരുന്നില്ലേ എന്ന് നിങ്ങളും ഞാനും ചിന്തിക്കണം. അതിൽ നിന്നൊരു വിമോചനത്തിന് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 5-6 വാക്യത്തിൽ യേശു തമ്പുരാനോടൊപ്പം നടന്നപ്പോൾ അപ്പം എടുക്കാത്തത് മൂലം വിഷണ്ണരായ ശ്ലീഹന്മാരുടെ ചിത്രം വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഞങ്ങൾ അപ്പം എടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് തമ്പുരാൻ പറഞ്ഞ ഉപദേശങ്ങളെ ആ രീതിയിൽ ശ്ലീഹന്മാർ വ്യാഖ്യാനിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ശ്ലീഹന്മാരോടൊപ്പം നടന്നത് ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള അപ്പമാണ്. അവരാവശ്യപ്പെട്ടില്ലെങ്കിൽ തന്നെയും അവരോടൊപ്പം നടക്കുവാൻ തക്കവണ്ണം അവൻ താല്പര്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും ചിന്തിക്കണം, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളാകുന്ന ഓരോ അപ്പങ്ങളും അത് നമ്മുടെ ഓർമ്മയെ ആശ്രയിച്ചിരിക്കുന്നു, നമ്മുടെ ശക്തിയെയും ബുദ്ധിയെയും ആശ്രയിച്ചിരിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്കൊരു പരാജയമുണ്ടായാൽ, ഒരു വീഴ്ചയുണ്ടായാൽ, അവയെ സംരക്ഷിക്കുവാൻ സാധിക്കാതെ വന്നാൽ ഇവയൊക്കെ നമ്മെ വിട്ടുപോകും. എന്നാൽ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും, നമ്മൾ ഓർത്തില്ലെങ്കിലും, നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ പിന്നാലെ വരുന്ന ഒരു സ്വർഗീയ അപ്പം നമ്മളുടെ പിന്നാലെ ഉണ്ട്. ആ അപ്പത്തിൻ്റെ പിന്നാലെയാണ് നാം യാത്ര ചെയ്യേണ്ടത്. ആ അപ്പത്തെ ഉൾക്കൊള്ളുവാനാണ് നാം ഇഷ്ടപ്പെടേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് തയ്യാറാകണം. പാറ പൊടിയുമ്പോൾ മണൽ ലഭിക്കും, എന്നാൽ പാറ പൊടിച്ചാൽ പാറപ്പൊടിയാണ് കിട്ടുന്നത്. പാറപ്പൊടിയും മണലും തമ്മിലുള്ള വ്യത്യാസം നിർമ്മാണ പ്രക്രിയയിൽ ഇടപെടുന്ന എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, നമ്മളും ഓർക്കണം, അമിതമായ ആഗ്രഹത്തോടുകൂടി എനിക്ക് ഇന്നത് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങളും ഞാനും ഏതൊക്കെ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നുവോ അതൊക്കെ പാറപ്പൊടിയുടെ അനുഭവങ്ങളായിരിക്കും, കല്ലിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളായിരിക്കും. എന്നാൽ കാലാന്തരത്തിൽ പൊടിഞ്ഞ് ഉരുവാകൽ പ്രക്രിയയിലൂടെ ശക്തീകരിക്കപ്പെടുന്ന ഒരനുഭവത്തിനാണ് നിങ്ങളും ഞാനും ആഗ്രഹിക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗത്ത് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ആദിമ ക്രിസ്ത്യാനികൾക്ക്
സ്വതന്ത്രമായി ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഉള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. രഹസ്യമായ അറകളിലും ഗഹുരങ്ങളിലുമാണ് അവർ ആരാധന നടത്തിയിരുന്നത്. എങ്കിലും എത്ര രഹസ്യാത്മകമായ ആരാധന നടത്തിയാലും എവിടെ ആരാധിക്കുന്നു എന്നും എവിടേക്ക് കടന്നു ചെല്ലണമെന്നും അവരെ അറിയിക്കുവാൻ തക്കവണ്ണം, വിശ്വാസികളുടെ കൂട്ടത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ആദിമകാല ക്രിസ്ത്യാനികൾ അനേകം പ്രതീകങ്ങൾ ഉപയോഗിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളായി മീൻ, മുന്തിരിവള്ളി, കുഞ്ഞാട് ആദിയായ പല പ്രതീകങ്ങളും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഈ പ്രതീകങ്ങൾ എവിടെയെങ്കിലും പതിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിനടുത്തായി അവരുടെ ആരാധനാ സ്ഥലമുണ്ട് എന്ന ചിന്തയോടുകൂടി ആരാധനയ്ക്ക് കടന്നു ചെന്നവർ അവിടേക്ക് പോകുമായിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾക്ക് മീൻ ഏറ്റവും സുപരിചിതമായിരുന്നു. ആ പ്രതീകത്തെ ഏറ്റവും വിശുദ്ധിയോടെ അവർ കണക്കാക്കിയിരുന്നു. കാരണം അത് ക്രിസ്തുവിൻ്റെ പ്രതീകമായിരുന്നു. മീൻ ക്രിസ്തുവിൻ്റെ പ്രതീകമാണെങ്കിൽ പാമ്പ് തീർച്ചയായിട്ടും സാത്താൻ്റെ പ്രതീകമായിരിക്കും. മനുഷ്യനെ തെറ്റിക്കുവാൻ ചെന്ന സാത്താൻ്റെ പ്രതീകമാണ് പാമ്പ്. നിങ്ങളും ഞാനും ചിന്തിക്കണം. ഈ വാക്കുകളെ വീണ്ടും ഒരു പുനർവായനയ്ക്ക് നാം വിധേയരാക്കണം. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ജീവനുള്ള സത്യപ്പമാകുന്ന സത്യമീനാകുന്ന ക്രിസ്തുവിനെ ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ദോഷത്തിൻ്റെ പ്രതീകമായ, ശാപത്തിൻ്റെ പ്രതീകമായ പാമ്പിനെ കാണിച്ചു കൊടുക്കുവാൻ, പാമ്പിനെ നൽകുവാൻ തയ്യാറാകുമോ? ഏദൻ തോട്ടത്തിൽ ദൈവം തമ്പുരാൻ ആദി മനുഷ്യർക്ക് നൽകിയ ശാപം അവരെ തോട്ടത്തിൽ നിന്ന് അടിച്ചിറക്കും എന്നുള്ളതായിരുന്നു. അവരെ തോട്ടത്തിൽ നിന്ന് അടിച്ചിറക്കുവാൻ നേരം മനുഷ്യനെ തെറ്റിച്ച പാമ്പായ സാത്താന് ദൈവം നൽകിയ ശാപം ഇതായിരുന്നു: നീ പൊടി ഭക്ഷിച്ച് ഉരസുകൊണ്ട് രമിച്ച് നീ ജീവിക്കും. പൊടി ഭക്ഷിച്ച് നീ ജീവിക്കും. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ഓർക്കണം, ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുമ്പോൾ നമ്മളൊക്കെയും ശക്തരാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ വീണുപോകുമ്പോൾ നമ്മൾ വെറും പൊടികളായി അധപ്പതിച്ചു പോകും. പൊടികളായി അധപ്പതിക്കുന്ന നിങ്ങളും ഞാനും തീർച്ചയായിട്ടും സാത്താന് ഭക്ഷണമായി തീരും. സാത്താനെ കാണിച്ചു കൊടുക്കുന്ന തലത്തിൽ നിന്നും, സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്ന തലത്തിലേക്കാണ് നിങ്ങളും ഞാനും എത്തിച്ചേരേണ്ടത്. നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ അടയാളമാണ്, നന്മയുടെ പ്രതീകങ്ങളാണ്. എന്നാൽ അതിനു പകരം സാത്താൻ്റെ സ്വാധീനം വിളമ്പുന്ന ഒരു തലത്തിലേക്കും നിങ്ങളും ഞാനും ആയിക്കൂടാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത, കന്യകമറിയാം ദൈവത്തിൻ്റെ വചനം കാതുകൊണ്ട് ശ്രവിച്ചപ്പോൾ ആ കേട്ടതായ രഹസ്യം അവൾ കാതുകൊണ്ട് സ്വീകരിച്ച് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ആ നിക്ഷേപിച്ച ദൈവവചനമാണ് അവളുടെയും കൂടി രക്ഷകന് ഉദയം നൽകുവാൻ തക്കവണ്ണം ശക്തമായി തീർന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും ചിന്തിക്കണം, നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വരവും ദൈവാനുഭവങ്ങളും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേൾക്കണം. അത് ഹൃദയത്തിൽ നിക്ഷേപിക്കണം. നിക്ഷേപിച്ച് കഴിയുമ്പോൾ നമ്മിൽ നിന്നുളവാകുന്ന നന്മയുടെ ചിത്രങ്ങൾ, സമൃദ്ധിയുടെ, ത്യാഗത്തിൻ്റെ, കരുതലിൻ്റെ അനുഭവങ്ങൾ, അതാണ് പ്രിയമുള്ളവരെ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സമൂഹം കാണേണ്ടത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പടം പൊഴിക്കുന്ന പാമ്പിൻ്റെ അനുഭവം. പാമ്പ് പടം പൊഴിക്കുന്നത് അതിൻ്റെ പഴയ പടം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമ്പോഴാണ്. എങ്കിലും പുതിയ പടം വരുമ്പോൾ പാമ്പ് പുതിയ രീതിയിലുള്ള ഒരു സൃഷ്ടിയായിട്ട് മാറ്റപ്പെടും. എന്നാൽ നിങ്ങളും ഞാൻ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ ഒത്തിരി പടങ്ങളുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രാർത്ഥനയുടേതുമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഓരോ നിമിഷം കഴിയുന്തോറും ഈ പടങ്ങൾ ഓരോന്നും, ഈ ആവരണങ്ങൾ ഓരോന്നും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നന്മയുടെ പടങ്ങൾ നഷ്ടപ്പെട്ട, നന്മയുടെ ആവരണങ്ങൾ നഷ്ടപ്പെട്ട ഒരു തലത്തിലേക്ക് നിങ്ങളും ഞാനുമായി തീർന്നിരിക്കുകയാണ്. ഇനിയും പൊഴിക്കുവാൻ നമുക്ക് പടമില്ല. തീർച്ചയായിട്ടും ശക്തിയേറിയ ആവരണം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കണം, സ്നേഹത്തെ കാണിച്ചു കൊടുക്കണം, കരുതലിൻ്റെ പിന്നാലെ ജീവിക്കണം, നമ്മളുടെ തലമുറയെ അനുഗ്രഹത്തിലേക്ക് വളർത്തണം. അതിനുള്ള ഒരു അനുഭവമായിട്ട് ഈ ധ്യാനം ആയിത്തീരണം. മൂന്നാമതായി, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും. പറവജാതികൾക്ക് അവയുടെ വംശവർദ്ധനവിന് വേണ്ടി ദൈവമായ യഹോവ നൽകിയിട്ടുള്ള ഒരനുകൂലനമാണ് മുട്ടയിലൂടെയുള്ള വംശവർദ്ധനം. നമ്മൾ സാധാരണ മുട്ട ഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രകൃതി ഒരു ജീവിക്ക് മുട്ട നൽകിയിരിക്കുന്നത് അത് ഭക്ഷണമായി കൊടുക്കുവാൻ വേണ്ടിയല്ല. എന്നാൽ അതിനേക്കാളും ഉപരി ഈ മുട്ട
അതിൻ്റെ തലമുറയെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ആത്മീയ തലത്തിൽ മുട്ടയുടെ അർത്ഥം അത് നവോത്ഥാനത്തിൻ്റെ പ്രതീകമാണ്, പുതിയ ജീവന്റെ പ്രതീകമാണ്, കരുതലിൻ്റെ പ്രതീകമാണ്, ലോകത്തെ രുചിപ്പിക്കുന്ന അനുഭവത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ തേളെന്ന് പറയുന്നത് അത് ഉപദ്രവകരമായൊരു ജീവിയാണ്. തേളിൻ്റെ കടി കിട്ടിയവർക്കറിയാം, അതിവേദനയും മരണതുല്യമായ അസ്വസ്ഥതയും അതിൻ്റെ പ്രതിഫലനമായിരിക്കും. നിങ്ങളും ഞാനും ഓർക്കണം, അങ്ങനെയെങ്കിൽ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്ന് പറയുന്ന വാചകത്തിന് നമ്മൾക്ക് ഇങ്ങനെ ഒരു അർത്ഥം നൽകുവാൻ സാധിക്കും. നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളിൽ നിന്ന് നന്മയുടെയും കരുതലിൻ്റെയും പുതിയ ജീവന്റെയും അനുഭവങ്ങൾ കാംക്ഷിക്കുമ്പോൾ അവരെ നശിപ്പിക്കുവാനും അടിച്ചമർത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും നിങ്ങൾ തയ്യാറാകും. സമൂഹത്തിൽ അനേകായിരങ്ങൾ ഭാരപ്പെട്ട് അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമ്മെ സമീപിക്കുമ്പോൾ നിനക്കിത് വരണം, നിനക്ക് ഇത്രയുമല്ല വരേണ്ടത് എന്ന രീതിയിലുള്ള സ്വാർത്ഥത കലർന്ന ചിന്തകൾ, മറ്റുള്ളവൻ്റെ ഉയർച്ചയിലുള്ള അസൂയ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരാത്മീകമായ നാശത്തിൻ്റെ പ്രതീകമാണ്, മനുഷ്യത്വത്തിൻ്റെ മരവിപ്പിൻ്റെ പ്രതീകമാണ്. ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എല്ലാവർക്കും പൂക്കുവാൻ തക്കവണ്ണം അനേകം പൂക്കളെ ദൈവം നൽകിയിട്ടുണ്ട്, കുരുനിലകളെ നൽകിയിട്ടുണ്ട്. കട്ടിയേറിയ അനുഭവത്തിൽ നിന്ന് പോലും കുരുനിലകൾ വരാമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ധ്യാനപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കട്ടിയേറിയ ജീവിതാനുഭവത്തിലും കോപവും ക്രോധവും ശാഠ്യവും നിലനിൽക്കുന്ന അനുഭവത്തിൽ നിന്നും നന്മയുടേതായ അനുരണനങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ ഒരു സാധ്യതയുമില്ല. ആ ഒരു സാധ്യതയിലേക്കാണ് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്ന് പറയുന്ന ചിന്ത നമ്മെ നയിക്കുന്നത്. സ്റ്റെയിൻബെക്സ് എന്ന് പറയുന്ന വിഖ്യാതനായ ചിന്തകന്റെ ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന ഗ്രന്ഥത്തിൽ വളരെയധികം ശ്രേഷ്ഠമായ ഒരു അനുഭവം പങ്കുവെക്കുന്നു. ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ് പകർന്നു നൽകുന്നത്. അനേകം പേരെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി. അവസാനം രക്ഷപ്പെടുവാൻ അവിടെ ഉണ്ടായിരുന്നവർ 2 കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമായിരുന്നു. അവസാനം രക്ഷാപ്രവർത്തകർ അവരെയും രക്ഷപ്പെടുത്തി. ഈ 2 കുടുംബങ്ങളും അതുവരെയും ശത്രുതയിൽ കഴിഞ്ഞവരായിരുന്നു. പരസ്പരം കരുതിയിട്ടില്ല, മിണ്ടിയിട്ടില്ല. എന്നാൽ നിവൃത്തികേടുകൊണ്ട് ഇവർക്ക് 2 പേർക്കും ഒരു വണ്ടിയിൽ തന്നെ രക്ഷപ്പെടേണ്ടി വന്നു. ഇതിലെ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ, അവൾ പരിപൂർണ ഗർഭിണിയായിരുന്നു. അവൾ ഗർഭവേദന കൊണ്ട് ഭാരപ്പെട്ടിരുന്നു. ആ സമയത്ത് മറ്റേ കുടുംബത്തിലെ സ്ത്രീകളാണ് വാഹനത്തിൽ വെച്ച് ഇവളെ പരിചരിച്ചത്. വാഹനത്തിൽ വെച്ച് തന്നെ ആ സ്ത്രീ പ്രസവിച്ചു. പക്ഷേ കുട്ടി ഒരു ചാപിള്ളയായിരുന്നു. ആ ചാപിള്ളയെ കുഴിച്ചിടുവാൻ തക്കവണ്ണം സ്ഥലം തേടി മുൻപോട്ട് പോയ ഈ കുടുംബങ്ങൾ ഒരു ചെറിയ തുരുത്തിനുള്ളിലാണ് അകപ്പെട്ടത്. അവിടെ അവർ കണ്ടത് പട്ടിണി കൊണ്ടും ശാരീരിക ക്ലേശം കൊണ്ടും ഭാരപ്പെട്ട ഒരു കൊച്ചു പൈതലിനെയായിരുന്നു. ആ കുട്ടിക്ക് ക്വാഷിയോർക്കറും മരാസ്മസും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവനോട് സഹതാപം തോന്നിയ ഈ കുടുംബത്തിലെ അംഗങ്ങൾ തങ്ങൾ കരുതിയിരുന്ന ആ ഭക്ഷണപദാർത്ഥം ആ കുട്ടിക്ക് നൽകുവാൻ തക്കവണ്ണം തയ്യാറായി. എന്നാൽ ആ കുട്ടിയാകട്ടെ തൻ്റെ ചെറു കുടിലിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ് ചെയ്തത്. ആ കുടിലിലേക്ക് കടന്നപ്പോൾ കടന്നു വന്നവർ കണ്ടത് എല്ലും തോലുമായി പ്രതികരണശേഷി നഷ്ടപ്പെട്ട, ശബ്ദം പോലും ഉയർത്തുവാൻ സാധിക്കാത്ത ഒരു മനുഷ്യരൂപത്തെയാണ്. ആ മനുഷ്യരൂപത്തെ കണ്ട് അവൻ്റെ വേദനയിൽ ഭാരപ്പെട്ട ഈ സ്ത്രീകൾ അവർ കൂട്ടായി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ പ്രസവിച്ച ആ പെൺകുട്ടിയെ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നയിക്കുകയും അവളുടെ മടിത്തട്ടിൽ അവൻ്റെ തല കയറ്റി വെച്ചുകൊണ്ട് അവളുടെ മുലഞ്ഞെട്ടിൽ നിന്നും പാൽ കുടിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. മരണാസന്നനായിരുന്ന ക്ഷീണിതനായിരുന്ന ഒരു മനുഷ്യന് അവൻ്റെ സമൂഹമോ അവൻ്റെ മതമോ ജാതിയോ ചിന്തിക്കാതെ സ്വന്തം പാൽ കുടിക്കുവാൻ തക്കവണ്ണം തയ്യാറെടുത്ത് നൽകിയ ആ പെൺകുട്ടിയെ പോലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ജീവിതാനുഭവത്തിലേക്കാണ് നിങ്ങളും ഞാനും വളരേണ്ടത്. സ്റ്റെയിൻബെക്ക് തൻ്റെ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഈ ചിന്ത ഉയർത്തി കാണിക്കുന്നുണ്ട്. ആരും നുകരാത്തതും ആർക്കും കൊടുക്കാത്തതുമായ ഒരുപാട് നന്മകൾ നമ്മിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.
ഈ നന്മകൾ നമ്മിൽ തന്നെ ഇരുന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ശാപഗ്രസ്തമായി തീരുകയുള്ളൂ, അത് ദൂഷിതമായി തീരുകയുള്ളൂ. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം, അവർക്ക് നന്മയുടേതായ അമൃതം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഞാനും തയ്യാറാകുമ്പോൾ അനുഗ്രഹങ്ങൾ ദൈവം കൂടുതലായിട്ട് നൽകും. തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയും. തീർച്ചയായിട്ടും ഉള്ളവന് കിട്ടുമെന്ന് പറയുന്ന ചിന്ത അതൊരു സാമ്രാജ്യാധിപത്യത്തിൻ്റെയോ അടിച്ചമർത്തലിൻ്റെയോ ആയ ഒരു വിചാരമല്ല. അതിനേക്കാൾ ഉപരി ജീവിതത്തിൽ നന്മയും കരുതലും സ്നേഹവും പുലർത്തുന്ന ഏവനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി കിട്ടിയിരിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മനുഷ്യന്, മറ്റുള്ളവരെ കരുതുന്ന മനുഷ്യന് ദൈവം കൂടുതലായി അനുഗ്രഹങ്ങൾ നൽകും. എന്നാൽ മറ്റുള്ളവരെ നിന്ദയോട് വീക്ഷിക്കുന്നവന്, പരാതികളും പരിഭവങ്ങളും മാത്രം പറയുന്നവന്, അവനിൽ നിന്ന് ഉള്ളതായ അനുഭവം കൂടി ദൈവമായ കർത്താവ് എടുത്തു കളയും. നിങ്ങളും ഞാനും ചിന്തിക്കേണ്ട ഒരു അനുഭവമാണ് ജീവിതത്തിൽ നന്മയുടേതായ ഒരനുഭവം. പൂക്കാതിരിക്കുവാൻ എനിക്കാവതില്ലേ എന്ന് പറയുന്ന കവിവാക്യം, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. പകരക്കാരൻ്റെ വംശത്തിൽ പിറന്ന് ലോകത്തിനു വേണ്ടി പകരക്കാരനായി സമർപ്പിച്ച യേശുവിൻ്റെ ചരിത്രമാണ് തിരുവചനത്തിലുള്ളത്. ആദ്യ മാതാപിതാക്കളായ ആദാമിനും ഹവ്വായ്ക്കും നൽകപ്പെട്ട കായീനും ഹാബേലും ഓരോ വ്യത്യസ്തമായ തരത്തിൽ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവർക്ക് പകരക്കാരനായി ദൈവം ശേത്തിനെ കൊടുത്തു. ആ ശേത്തിൻ്റെ വംശത്തിൽ യേശു തമ്പുരാൻ ജനിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും ചിന്തിക്കണം, പകരക്കാരൻ്റെ വംശത്തിൽ ജനിച്ചവൻ ലോകത്തിന് മുഴുവനും വേണ്ടി പകരക്കാരനായി കൊടുത്തു. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ്, പകരക്കാരനായി സമർപ്പിതനായി കൊടുക്കുവാൻ തയ്യാറാകണം. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദഹിക്കുന്ന ആഹാരം ചോദിക്കുന്നവന് ദഹിക്കാത്ത ആഹാരം കൊടുക്കാത്ത സ്വർഗീയ പിതാവിനെ നമ്മൾ കാണണം. നിങ്ങളുടെ തലമുറ നിങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ ചോദിക്കുമ്പോൾ പിശാചിനെ കാണിച്ചു കൊടുക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു മോചനം വേണം. നമ്മുടെ സമൂഹം നമ്മിൽ നിന്ന് കരുതലും അനുഗ്രഹവും യാചിക്കുമ്പോൾ അവരെ അടിച്ചമർത്തി നശിപ്പിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളുടെ മാറ്റങ്ങൾ വരണം. തീർച്ചയായിട്ടും ആ ആത്മീയ ദർശനത്തിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കും.